പാഷൻ എന്ന് പറയുമ്പോൾ അതൊരിക്കലും മണി ഡ്രിവൺ അല്ല. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ട്, ആ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിക്കണം, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പാഷൻ്റെ പുറത്ത് തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് വീണ്ടും പുസ്തകങ്ങൾ ഉണ്ടാവും, അതിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മനസ്സിൽ കയറിക്കൂടിയ ഓർമ്മകൾക്കും ചിന്തകൾക്കും സാങ്കല്പികതയ്ക്കും മഷി പുരണ്ടപ്പോൾ സനൂദ് കരുവള്ളി എന്ന യുവ എഴുത്തുകാരൻ മലയാളിക്ക് സമ്മാനിച്ചത് പുതിയൊരു വായനാനുഭവമാണ്. മലപ്പുറം ജില്ലയിലെ രാമപുരം സ്വദേശിയായ യുവ എഴുത്തുകാരൻ്റെ നാൾവഴിയിലെ ഓർമ്മപ്പൂക്കൾ എന്ന കഥാസമാഹാരം മനുഷ്യൻ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ ഓർത്തെടുക്കുകയാണ്. തൻ്റെ ആദ്യത്തെ കഥാസമാഹാരവും അതിലേക്ക് വഴി തെളിയിച്ച അനുഭവങ്ങളും സനൂദ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ്. സാഹിത്യലോകത്ത് തൻ്റെതായ വഴിവെട്ടി തെളിയിച്ച് വായനക്കാർക്ക് പുതിയൊരു അനുഭവം പകർന്നു നൽകുകയാണ് പ്രവാസിയായ യുവ എഴുത്തുകാരൻ സനൂദ് കരുവള്ളി പാത്തിക്കൽ. മനുഷ്യരുടെ ചിന്തകളും അവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളും അക്ഷരങ്ങളിലൂടെ കോർത്തിണക്കിയപ്പോൾ അത് വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത്. വിസ്മൃതിയിൽ വിലയം പ്രാപിക്കുന്ന സംഭവങ്ങൾ ഓർമ്മച്ചെപ്പിൽ നിന്നും ചികഞ്ഞെടുത്ത് കഥകളിലൂടെ വായനക്കാർക്ക് സമർപ്പിക്കുകയാണ് സനൂദ്. ഒരു വർഷത്തിലെ 12 മാസങ്ങളിൽ മനസ്സിൽ കയറിക്കൂടിയ ഓർമ്മകൾക്കും ചിന്തകൾക്കും സാങ്കല്പികതയുടെ പൊടിപ്പും തൊങ്ങലുകളും ചേരുമ്പോൾ നാൾവഴിയിലെ ഓർമ്മപ്പൂക്കൾ എന്ന കഥാസമാഹാരം നിങ്ങളിലെ വായനക്കാരനെ പുതിയൊരു ലോകത്തേക്കാണ് ആനയിക്കുന്നത്. നോവലിസ്റ്റ് ഷമീന ഹിഷാം എഴുതിയ അവതാരിക ഉള്ളടക്കം എന്താണെന്ന് കുറിച്ചിടുന്നുണ്ട്. 13 കഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. കഥകളുടെ ലോകത്തേക്ക് ഒരു ദിവസം കൊണ്ട് നടന്നെത്തിയതല്ല ഈ യുവ എഴുത്തുകാരൻ. അനുഭവങ്ങളുടെ തീഷ്ണതയിൽ അകവും പുറവും തിരിച്ചറിയാനുള്ള സഞ്ചാരത്തിനിടയിൽ കണ്ടുമുട്ടിയതെല്ലാം ഇതിൽ നിറയുന്നുണ്ട്. കഥകളെ തൊട്ടറിയുക, നാടിനെ തൊട്ടറിയുക, നാട്ടിലെ ഓരോ വഴികളെയും തിരിച്ചറിയുക, അത് പിന്നീട് കഥാരൂപത്തിലാക്കി അങ്ങനെ ഒത്തിരി പേര് സാഹിത്യരംഗത്ത് അറിയപ്പെട്ടു വരുന്നുണ്ട്. താങ്കളുടെ ഈ കഥാനുഭവം അതൊരു പുസ്തക രൂപത്തിലാക്കുമ്പോൾ അതിന് പ്രചോദനം നൽകിയത് എന്താണെന്ന് പറയാം? നമ്മൾ പഠിച്ച സ്കൂളാണ് ബേസിക്കലി നമ്മുടെ പ്രചോദനം. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. സ്കൂളുകളിൽ ആ സമയത്ത് DPEP ഒക്കെ തുടക്കം കുറച്ച് സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡയറി എഴുതുക, കഥാരചനാ മത്സരങ്ങൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച ചെറിയ സ്കൂളുകളിൽ മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ എഴുതണം എന്നുള്ള ആഗ്രഹം ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് ചെറിയ തോതിൽ ഡയറി എഴുത്തും കഥ എഴുത്തും സ്കൂളിൽ മത്സരങ്ങളും അതെല്ലാം നടത്തുകയും ചെയ്യായിരുന്നു. പ്രവാസ ലോകത്തേക്ക് ചെന്നതിന് ശേഷം അതിനൊന്നൊരു സമയം പിന്നീട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആദ്യ പ്രവാസ ലോകത്തെത്തിയതിൻ്റെ ഒരു ആദ്യത്തെ സമയത്ത് വിരസത ഒരുപാട് കൂടുതലായിരുന്നു. നമ്മൾ 10-20 വർഷം ജീവിച്ച സ്ഥലത്തു നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കവിടെ കൂട്ടുകാരില്ല, നമുക്കവിടെ ആരുമില്ല. നമുക്ക് പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, അവിടെയും നമുക്ക് ഫ്രണ്ട്സൊന്നുമില്ല, പുതിയ കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ എഴുതാൻ സമയം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫേസ്ബുക്കിലും അതുപോലെ പേഴ്സണലി ഞാൻ എഴുതി കുറിച്ച് ഫ്രണ്ട്സിന് കൊടുത്തതായിരുന്നു ഇതെല്ലാം. അപ്പോൾ അവർ വായിച്ചിട്ട് പറഞ്ഞു നല്ലതാണ്, ഒരു ഹുക്കുണ്ട്, വായിക്കുമ്പോൾ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ എഴുതിയതിന് ശേഷം അത് പിന്നെ അങ്ങ് നിർത്തി. ഒരുപാട് കാലം പിന്നെ അത് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു പുസ്തക രൂപത്തിലാക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ കുറച്ചുകൂടി എഴുതി അതൊരു പുസ്തക രൂപത്തിലാക്കാൻ വേണ്ട കഥകളാക്കി അങ്ങനെ ആക്കുകയായിരുന്നു. എഴുതണം എന്നുള്ള ആഗ്രഹം വന്നത് സ്കൂൾ പഠനകാലത്ത് തന്നെയാണ്. കുടുംബവും സുഹൃത്തുക്കളും നൽകിയ പിന്തുണയാണ് എഴുത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രചോദനമായതെന്ന് മലപ്പുറം രാമപുരം സ്വദേശിയായ സനൂദ് പറയുന്നു. കൂട്ടുകാരും വീട്ടിലുള്ളവരും വലിയ വൈഫും തന്നെയാണ് അതിൻ്റെ ഒരു പ്രചോദനമായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് പുസ്തക രൂപത്തിലായി അത് ഏകദേശം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോൾ ഖത്തറിൽ ഇതേപോലെ അസോസിയേഷൻസ് ഉണ്ട്. ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറമുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരിലെ ഒരു പ്രതിനിധിയാണ് എനിക്ക് അവതാരിക എഴുതിയത്. അവരിലെ ഒരു പ്രതിനിധി ഷീല ടോമി എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന ആളാണ് എൻ്റെ കവർ പ്രകാശനം നടത്തിയത്. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കൂട്ടുകാരാണ് ഇതിൻ്റെ ഒരു ബേസിക്കലി ഒരു പ്രചോദനം. നമ്മൾ പലപ്പോഴും കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനങ്ങനെ എഴുതുന്ന ഒരാളാവണം, അതിലത് അങ്ങനെ പുസ്തകമായി പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള 3 ആളുകളിൽ ഒന്ന് ഭാര്യയായിരിക്കാം, ഒന്ന് കൂട്ടുകാരായിരിക്കും, ഒന്ന് വീട്ടിലുള്ളവരുമാണ് പ്രചോദനമായിട്ടുള്ളത്. രാമപുരം AHLP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയായ സനൂദ് കരുവള്ളി പാത്തിക്കലിൻ്റെ നാൾവഴിയിലെ ഓർമ്മപ്പൂക്കൾ എന്ന കഥാസമാഹാരത്തിൻ്റെ പ്രകാശനം
KPA മജീദ് MLA നിർവഹിച്ചു. സനൂദിന്റെ പിതാമഹൻ KP കുഞ്ഞിമമ്മു മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി സ്കൂളിൽ സ്ഥാപിക്കുന്ന വായനയ്ക്കൊരിടം റീഡിംഗ് കോർണറിന്റെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങിയ നിരവധി പേരാണ് പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തത്. പുസ്തകത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം മുഴുവനായും തന്നെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചാനയിച്ച മാതൃവിദ്യാലയത്തിന്റെ വികസനത്തിനായി ചെലവഴിക്കാനാണ് സനൂദിന്റെ തീരുമാനം. രാമപുരത്തിന്റെ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച പഴയ ഓർമ്മകൾ കുത്തിക്കുറിച്ചപ്പോൾ അതൊരു മികച്ച സാഹിത്യ സൃഷ്ടിയായി മാറി എന്നാണ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് വീണ്ടും ഇങ്ങനെയുള്ള എഴുത്തിലൂടെ സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ആഗ്രഹം കൂടിയല്ലേ ഈ പുസ്തകം പുറത്തിറക്കിയതിലൂടെ താങ്കളുടെ മനസ്സിലുള്ളത്? തീർച്ചയായിട്ടും ഒരു പാഷൻ കൂടിയാണ് എഴുത്ത് എന്നുള്ളതൊരു പാഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ HLP സ്കൂൾ രാമപുരം 105 വർഷം പാരമ്പര്യമുള്ള വലിയ ചെറിയ സ്കൂളാണ്, വലിയ പാരമ്പര്യമുള്ള സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ ലൈബ്രറി വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫണ്ട് പോവുക എന്ന് PTA സംസാരിച്ച് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാഷൻ എന്ന് പറയുമ്പോൾ അതൊരിക്കലും മണി ഡ്രിവൺ അല്ല. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ട്, ആ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിക്കണം, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പാഷൻ്റെ പുറത്ത് തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് വീണ്ടും പുസ്തകങ്ങൾ ഉണ്ടാവും, അതിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ്. കരുവള്ളി പാത്തിക്കൽ അബ്ദുൽ നജീബിൻ്റെയും വാക്കയിൽ ലൈലയുടെയും മകനായി കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ ജനിച്ച സനൂദ് വിദ്യാഭ്യാസത്തിനു ശേഷം 10 വർഷമായി ഖത്തറിൽ പ്രവാസ ജീവിതം നയിച്ചു വരികയാണ്. ഭാര്യ ജാസിയയും മക്കളായ അയാഷ് ഐദിൻ, ആയിഷ അലേഹ എന്നിവർ യുവ എഴുത്തുകാരന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. മലയാളികൾ ഇരുകൈയും നീട്ടി തന്റെ കഥാസമാഹാരം സ്വീകരിച്ചതോടെ പുതിയ പുസ്തകരചനയുടെ ലോകത്ത് സജീവമാവുകയാണ് സനൂദ് കരുവള്ളി പാത്തിക്കൽ. ചാനൽ 10 പെരിന്തൽമണ്ണ. സഫയോടൊപ്പം കല്യാണം കൂടാം, നേടാം ഓരോ ദിവസവും 5000 രൂപ ക്യാഷ് പ്രൈസ്. സെപ്റ്റംബർ 15 വരെ ദിവസേന സഫ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് നേടാം 5000 രൂപ ക്യാഷ് പ്രൈസ്. സെപ്റ്റംബർ 30 വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ്. വിവാഹ പാർട്ടികൾക്ക് 2.5% മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം. വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ 10% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫ ജ്വല്ലറിയിലോട്ട്. സഫ ജ്വല്ലറി. കോൾ 9400024916.